എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 43, 44 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാഹ്മണൻ രുക്മിയുടെ സ്വഭാവത്തെ പറ്റിയിട്ട്, രുക്മിയുടെ ചില ദുർനയങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന രുക്മിണിയെ പെട്ടെന്ന് തന്നെ രുക്മി ഇടപെട്ടുകൊണ്ട് ചേതി രാജാവായിട്ടുള്ള ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അച്ഛനമ്മമാർക്ക്, പ്രത്യേകിച്ച് അച്ഛന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുകൂടി പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് രുക്മിയും ശിശുപാലനും തമ്മിലുള്ളതായ ഇടപാടുകൾ, തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് രുക്മി ചെയ്തത് എന്നുള്ളത് കൂടി ആണ് വർണ്ണിക്കുന്നത്. ഇതിൽ ശിശുപാലൻ്റെ അച്ഛൻ ദമഘോഷൻ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചരിച്ചത്. ദമഘോഷനല്ല, ദമഘോഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2 പാഠവും കണ്ടപ്പോൾ എനിക്ക് സംശയമായി. അങ്ങനെ ഡിക്ഷണറിയിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ദമഘോഷൻ എന്ന് തന്നെയാണ്. ഇന്നത്തേതിൽ ശ്ലോകത്തിൽ സംസ്കൃതത്തിൽ ദമഘോഷൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ തെറ്റൊന്ന് തിരുത്തി വായിക്കണം എന്നൊരപേക്ഷയുണ്ട്. 43ാമത്തെ ശ്ലോകം നോക്കാം. സപ്രാഹിണോദ് ദൂതശതാനി രുക്മീ മൂഢസമീപം ദമഘോഷസൂനോ രാജ്ഞസമാഹൃത്യ ഭവദ്വിപക്ഷാൻ സോപ്യായയൗ ചേദിപതിർദുരാത്മാ. നമുക്കാദ്യം പദച്ഛേദം പറയാം. സ പ്രാഹിണോദ് ദൂതശതാനി രുക്മീ മൂഢ സമീപം ദമഘോഷസൂനോ രാജ്ഞ സമാഹൃത്യ ഭവദ്വിപക്ഷാൻ സ അഭി ആയയൗ ചേതിപതി ദുരാത്മാ. മൂഢസ രുക്മി, ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. മൂഢനായിട്ടുള്ള ആ രുക്മി. മൂഢനായിട്ടുള്ള എന്ന് പറയണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോണ കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒട്ടും ആലോചിക്കാതെ ഇരുന്ന ആ രുക്മി. അതുകൊണ്ടാണ് അയാളെ മൂഢൻ എന്ന് വിളിച്ചത്. പല വിശേഷണങ്ങളും മുമ്പ് കൊടുത്തതാണ്. ദുർനയമുള്ളവനാണ്, അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നവർ ഒരു തരത്തിൽ മൂഢന്മാരുമാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം കൊടുത്തത്. മൂഢസ രുക്മി ദമഘോഷസൂനോഹ സമീപം ദൂതശതാനി പ്രാഹിണോദ്. ദമഘോഷസൂനു, ദമഘോഷനാണ് ശിശുപാലൻ്റെ അച്ഛൻ. അതുകൊണ്ട് ദമഘോഷസൂനു എന്ന് പറഞ്ഞാൽ ശിശുപാലൻ. ദമഘോഷനും ശ്രുതിശ്രവയ്ക്കും ഉണ്ടായ പുത്രനാണ് ശിശുപാലൻ. ആ ശിശുപാലൻ്റെ അമ്മയ്ക്ക്, അതായത് ശ്രുതശ്രവയ്ക്ക് ശ്രീകൃഷ്ണൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് അച്ഛൻ്റെ, വസുദേവരുടെ സഹോദരി സ്ഥാനമൊക്കെയാണ് ശ്രുതശ്രവയ്ക്കുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ബന്ധുവായിട്ട് അവിടെ പോയിട്ട് ശിശുപാലൻ ജനിച്ചപ്പോൾ കാണാൻ പോയി എന്നും ശിശുപാലനെ അവസാനം വധിക്കുന്നത് താൻ തന്നെയാകും എന്നുള്ളതും അവിടെ വെച്ച് മനസ്സിലാക്കിയ കഥകളൊക്കെ പുരാണത്തിലെ, ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിശുപാലനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ദമഘോഷസൂനോഹ സമീപം, ശിശുപാലൻ്റെ സമീപത്തേക്ക് ദൂതശതാനി പ്രാഹിണോദ്, വേഗം തന്നെ 100 കണക്കിന് ദൂതന്മാരെ പറഞ്ഞയച്ചു. ഈ ഒരു വിഷയം പറയാനും സമ്മതിപ്പിക്കാനും ഒക്കെ ആയിട്ട് പലരെയും പറഞ്ഞയച്ചു. ശതം എന്നുള്ളത് കൊണ്ട് 100 എന്നൊന്നും അർത്ഥമാക്കണ്ട, കുറേ അധികം എന്നുള്ള അർത്ഥത്തിലും 100, 1000 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അനവധി ദൂതന്മാരെ ഇവിടെ നിന്ന് പ്രാഹിണോദ് പറഞ്ഞയച്ചു. സ ദുരാത്മാ ചേതിപതി, ആ ദുരാത്മാവായിട്ടുള്ള ചേതിപതി, ഈ രുക്മിക്ക് നല്ലവണ്ണം ചേരണ സ്വഭാവമുള്ള ഒരു രാജാവന്യായിരുന്നു ചേതിപതിയായിട്ടുള്ള ശിശുപാലനും. ആ ശിശുപാലനാകട്ടെ ഭവദ്വിപക്ഷാത് രാജ്ഞസമാഹൃത്യ ആയയൗ. ഭവദ്വിപക്ഷാത്, അങ്ങയുടെ, അതായത് ശ്രീകൃഷ്ണൻ്റെ എന്നർത്ഥം. ശ്രീകൃഷ്ണൻ്റെ വിപക്ഷത്തുള്ളതായ, ബ്രാഹ്മണൻ പറയുകയാണല്ലോ, അങ്ങയുടെ ശത്രുക്കളായിട്ടുള്ള, വിപക്ഷത്തുള്ളവരെ എന്നുള്ളത് കൊണ്ട് ശത്രുക്കളായിട്ടുള്ള കുറേ രാജാക്കന്മാരെയും കൂട്ടിയിട്ട് കുണ്ടീനത്തിലേക്ക്, രുക്മിണിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ രുക്മിയെ കാണാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ രുക്മിണിക്കും അച്ഛനമ്മമാർക്കും ശ്രീകൃഷ്ണനെയാണ് ഇഷ്ടമെന്നും ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ മോഹം എന്നുള്ളതുമൊക്കെ രുക്മി തൻ്റെ സന്ദേശത്തിൽ ദൂതന്മാർ വഴി ചേതിപതിയായിട്ടുള്ള ശിശുപാലനെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അത്
നല്ലവണ്ണം മനസ്സിരുത്തിക്കൊണ്ട് എങ്ങനെ വന്നാലും കൃഷ്ണനെ തോൽപ്പിക്കണം, തൻ്റെ സഹോദരിയെ അങ്ങ് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടും കൂടിയിട്ടാണ് ശക്തിയൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് മറ്റ് സൈന്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട്, അതുപോലെ തന്നെ ശത്രുക്കളാവുമ്പോൾ കുറച്ചും കൂടിയും ശ്രീകൃഷ്ണനോട് എതിരിടാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ രാജാക്കന്മാരെയൊക്കെ കൂട്ടിയിട്ട് രാജ്യത്തിലേക്ക്, ഭീഷ്മകൻ്റെ രാജ്യത്തിലേക്ക് വന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചേതിപതിയുടെ വിശേഷണമാണ് ദുരാത്മാവ് എന്ന്, അതുപോലെ രുക്മിയുടെ വിശേഷണമായിട്ട് മൂഢൻ എന്നും കൊടുത്തു. അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടുകെട്ടും അവർ ചെയ്യാൻ പോണ പ്രവൃത്തികളുമൊക്കെ മഹാ ചീത്തത്വം നിറഞ്ഞതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ ഇവിടെ കവി എടുത്തു പറഞ്ഞത്. എന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ ശത്രുക്കളെയും കൂട്ടിയിട്ട് ഇനി യുദ്ധം ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ബലപ്രയോഗങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാരെയും കൂട്ടിയിട്ടാണ് ശിശുപാലൻ രാജ്യത്തിലേക്ക്, രുക്മിണിയുടെ അടുത്തേക്ക് വന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. മാം ഭ്രാതരം രാജപുരോഹിതസ്യ കുശസ്യ പദ്മാസനനാമധേയം രഹസ്യമാഹൂയ സബാഷ്പനേത്ര സാ രുക്മിണീ വാചമവോച ദേവം. വളരെ പച്ചവെള്ളം പോലെയുള്ള ശ്ലോകം എന്നൊക്കെ പറയാം. സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും മലയാളം പോലെ തന്നെ എളുപ്പം മനസ്സിലാക്കാവുന്ന, പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും ഇല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ശ്ലോകമാണ്. ആദ്യം പദച്ഛേദം പറയാം. മാം ഭ്രാതരം രാജപുരോഹിതസ്യ കുശസ്യ പദ്മാസനനാമധേയം രഹ സമാഹൂയ സബാഷ്പനേത്ര സാ രുക്മിണി വാചം അവോചത് ഏവം. ഇതൊക്കെയാണ്, വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. ഇനി എങ്ങനെയാണ് ശ്രീകൃഷ്ണനെ ഈ വിവരം ധരിപ്പിക്കുക എന്ന് ആലോചിച്ചിട്ടാണ് രുക്മിണി അടുത്തൊരു നടപടിയിലേക്ക് കടക്കണത്. അതിൻ്റെ അർത്ഥം ഇതാണ്. സബാഷ്പനേത്ര സാ രുക്മിണി. സബാഷ്പനേത്ര എന്ന് പറഞ്ഞാൽ കണ്ണീരിൽ മുങ്ങിയ രുക്മിണി. തന്നെ ഈ ക്രൂരനായിട്ടുള്ള ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ രുക്മിണിക്ക് പിന്നെ നിലവിളി നിർത്താൻ പറ്റില്ല. കരഞ്ഞുകൊണ്ട് ഏത് സമയവും കരച്ചിലും അവലാതി പറയലും സങ്കടം പറയലും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ആ രുക്മിണി എന്തു ചെയ്തു? സാ രുക്മിണി രാജപുരോഹിതസ്യ കുശസ്യ പദ്മാസനനാമധേയം ഭ്രാതരം മാം രഹസ്യമാഹൂയ. രാജപുരോഹിതൻ, അതായത് ഭീഷ്മക മഹാരാജാവിൻ്റെ പുരോഹിതനാണ് കുശൻ. ആ കുശൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഭ്രാതരം, സഹോദരനായിട്ടുള്ള എൻ്റെ പേരെന്താണ്? പദ്മാസനനാമധേയം. പദ്മാസനൻ എന്നാണ് എൻ്റെ പേര്. ആ കുശൻ്റെ സഹോദരനായിട്ടുള്ള എന്നെ വിളിപ്പിച്ചു. മാം രഹസ്യമാഹൂയ, രഹസ്യമായിട്ട് വിളിപ്പിച്ചു. രഹസ്യത്തിലേക്ക്, ആരും അറിയാതെ കുശൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ്റെ പുരോഹിതൻ്റെ സഹോദരനായിട്ടുള്ള പദ്മാസനനെ രുക്മിണി തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. ആരും അറിയാതെ, പ്രത്യേകിച്ച് രുക്മിയൊന്നും അറിയാനേ പാടില്ല, എന്നാൽ പിന്നെ എല്ലാ പദ്ധതികളും തകർക്കും. അങ്ങനെ ആരും അറിയാതെ വിളിപ്പിച്ചിട്ട് ഏവം വാചം അവോചത്, ഇപ്രകാരം എന്നോട് പറഞ്ഞു. അപ്പോൾ അടുത്ത വരാൻ പോണ ശ്ലോകങ്ങളിൽ എന്താണ് രുക്മിണി ബ്രാഹ്മണനോട് പറഞ്ഞത് എന്നുള്ളത് ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് പറയാണ്. അപ്പോൾ ആരും അറിയാതെ വിളിപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് ആ ബ്രാഹ്മണനെ പറഞ്ഞയക്കാനുള്ള നടപടികളാണ് എടുക്കുന്നത്. എന്തൊക്കെയാണ് പറയാൻ പോണതെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സപ്രാഹിണോദ് ദൂതശതാനി രുക്മീ മൂഢസമീപം ദമഘോഷസൂനോ രാജ്ഞസമാഹൃത്യ ഭവദ്വിപക്ഷാൻ സോപ്യായയൗ ചേദിപതിർദുരാത്മാ. മാം ഭ്രാതരം രാജപുരോഹിതസ്യ കുശസ്യ പദ്മാസനനാമധേയം രഹസ്യമാഹൂയ സബാഷ്പനേത്ര സാ രുക്മിണീ വാചമവോച ദേവം. അങ്ങനെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് വാചമവോചത് എന്ന് തന്നെ പറഞ്ഞത്. ഏവം അവോചത് എന്ന് പറഞ്ഞാൽ തന്നെ, അവോചത് എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്രകാരം പറഞ്ഞു. പിന്നെ എന്തിനാണ് അവിടെ വാചമവോചത് എന്ന് എടുത്ത് പറഞ്ഞതെന്നാണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനോട് പോയി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വെറുതെ വർത്തമാനം പറഞ്ഞു എന്നുള്ള അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവോചത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ വാചമവോചത് എന്നുള്ളതിൽ ആ വാക്കിന്, ആ വാചകം എന്ന് പറയാമെങ്കിലും വാക്കാണ്, അതിൻ്റെ ദ്വിതീയ ഏകവചനമാണ് വാചം. ആ വാക്കിന് വളരെയധികം പ്രാധാന്യവും
അത് അറിയിക്കപ്പെടേണ്ടതുമാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഈ ബ്രാഹ്മണൻ ആരായിരുന്നു എന്നുള്ളതൊന്നും നാരായണീയത്തിലൊന്നും വ്യക്തമാക്കിയിട്ടില്ല. വളരെ പരിചയമുള്ള വിശ്വസിക്കാവുന്ന ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ എന്ന് മാത്രമേ അവിടെ പറയാൻ മേൽപ്പത്തൂരൊക്കെ അത്രേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ആരാണ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. രാജപുരോഹിതനായിട്ടുള്ള കുശൻ്റെ സഹോദരനായിട്ടുള്ള പത്മാസനൻ. ഇതൊക്കെ സുകുമാരകവി തന്നെത്താൻ എഴുതിയതാണോ എന്നുള്ളത് അറിയില്ല. ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള നാമ പരാമർശങ്ങളുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നോക്കേണ്ടി വരും. ഏതായാലും ഇത്ര കൃത്യമായിട്ടുള്ള വർണ്ണനകൾ, കൃത്യമായിട്ട് പേരോട് കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സുകുമാരകവി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി രുക്മിണി പറഞ്ഞയക്കണത്, വാക്കുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.